CPMന്റെ അനുഭാവികൾക്കും ഇഷ്ടക്കാർക്കുമായി ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ പൊടിക്കുമ്പോൾ ശമ്പളം കൃത്യസമയത്ത് ലഭിക്കാതെ ജീവനക്കാർ. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ചാൻസലറായ മല്ലിക സാരാഭായിക്ക് 2 ലക്ഷം രൂപ വേതനം നൽകാൻ സർക്കാർ ഉത്തരവിറങ്ങുമ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി ജീവനക്കാർക്ക് ശമ്പളം തോന്നുംപടിയാണ്. സർക്കാർ ഗ്രാന്റ് അടക്കം നൽകുന്നത് വൈകുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആക്ഷേപം. ജനം ഫോളോ അപ്പ് ശാലിനി വിവരങ്ങളുമായി ചേരുകയാണ്. ശാലിനി, ഇത് ശ്രദ്ധയിലേക്ക് വരുന്നത് ഈ ഒരു മല്ലിക സാരാഭായിയുടെ വിഷയത്തോടുകൂടിയാണ്. പക്ഷെ അപ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ എന്താണ് നടക്കുന്നത് ജീവനക്കാരുടെ കാര്യങ്ങളിൽ എന്നുള്ളത്. എന്തൊക്കെ വെളിച്ചത്ത് വരുന്നു? വീണ, കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ടാണ് ഈ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ ജീവനക്കാർ വളരെയധികം ദുരിതത്തിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇവരുടെ പ്രതിമാസ ശമ്പളം 2 മാസം 3 മാസം കൂടുമ്പോഴാണ് ജീവനക്കാരുടെ കൈകളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് മാത്രമല്ല, താൽക്കാലിക ജീവനക്കാരായി അവിടെ പ്രാദേശിക അടിസ്ഥാനത്തിൽ നിയമിച്ച പലരെയും ഈ ഒരു സർവകലാശാലയുടെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരെ പിരിച്ചുവിട്ടൊരു സാഹചര്യം കൂടി നിലവിൽ നിൽക്കുന്നുണ്ട്. ഇതിലടക്കം നാട്ടുകാർക്കും പ്രദേശവാസികൾക്കും ഈ താൽക്കാലിക ജീവനക്കാർക്കും ഇടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ആളിക്കത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനിടയിലാണ് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ സൗജന്യമായി അല്ലെങ്കിൽ വേതനം ഇല്ല എന്ന പേരിൽ സംസ്ഥാന സർക്കാർ അവകാശപ്പെട്ടുകൊണ്ട് നിയമിച്ച ചാൻസലർ മല്ലിക സാരാഭായിക്ക് ലക്ഷങ്ങൾ പ്രതിമാസം ശമ്പളമായി ഹോണറേറിയം ഉൾപ്പെടെയായി ഓഫീസ് ചെലവുകൾക്കുമായി അനുസരിച്ച് ഉത്തരവ് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഏകദേശം 2 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഈ ഒരു ഇനത്തിൽ നൽകിയിട്ടുള്ളത്. അതിൽ 1,75,000 രൂപ ഹോണറേറിയം ഇനത്തിലും 25,000 രൂപ ഓഫീസ് ചെലവുകൾക്കുമായിട്ടാണ് സർക്കാർ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുൻകാല പ്രാബല്യത്തോട് വരികയാണെങ്കിൽ ഈ വ്യക്തിക്ക് മാത്രമായി സംസ്ഥാനത്തെ ഖജനാവിൽ നിന്ന് നൽകേണ്ടതായി വരും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇതിൽ നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടത് സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സംസ്ഥാനത്തെ ധനമന്ത്രി തന്നെ അവകാശപ്പെടുന്നത്. നിയമസഭയിലടക്കം അത് കൃത്യമായി അദ്ദേഹം കണക്കടക്കം കേരളത്തിൽ പൊതു 4 ലക്ഷം കോടി കടമൊരു സാഹചര്യം, ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടി കടമെടുക്കുന്ന ഒരു പശ്ചാത്തലം സംസ്ഥാനത്ത് നിൽക്കുന്നു. ക്ഷേമ പെൻഷൻ ആണെങ്കിൽ ഏകദേശം 5 മാസത്തിലധികമായി മുടങ്ങിക്കിടക്കുന്നു. സർക്കാർ ജീവനക്കാരുടെ 4 വർഷത്തെ DA ഇന്നേ വരെ കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതലും ഉച്ചക്കഞ്ഞി വർഷത്തിനടക്കം പണം നൽകാൻ സർക്കാരിന്റെ പൊതുഖജനാവിൽ പണമില്ല എന്നുള്ളതാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ഇതിനിടയിലാണ് CPM സഹയാത്രികയായ ഇഷ്ടക്കാരി കൂടിയായിട്ടുള്ള ഇത്തരത്തിലൊരു CPM അനുഭാവിക്ക് വേണ്ടി ലക്ഷങ്ങൾ ഖജനാവിൽ നിന്ന് വകമാറ്റുന്നത് എന്നുള്ളതാണ് ഏറ്റവും. ശാലിനി, ഈ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ ശമ്പളമുണ്ട് സർക്കാരിൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ പൈസ ഉണ്ട് സർക്കാരിൻ്റെ കയ്യിൽ. ഈ മല്ലിക സാരാഭായിക്ക് കൊടുക്കുന്നതിനൊപ്പം തന്നെ ഈ ജീവനക്കാരുടെ ശമ്പളം തോന്നുംപടി എന്ന് പറയുമ്പോൾ പലർക്കും പല രീതിയിൽ, ചിലർക്കുണ്ടായേക്കാം, ചിലർക്ക് കൂടുതലായിരിക്കാം. എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി അവിടെ? അവർക്ക് ഇപ്പോൾ ഈ ജീവനക്കാർക്കുള്ള ശമ്പളം ഏത് തരത്തിലാണ് അവർക്ക് ലഭിക്കുന്നത്? വീണ, നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ രീതിയിൽ ജീവനക്കാർക്കിടയിൽ ഈ വിഷയത്തിൽ പ്രതിഷേധമുണ്ട്. പക്ഷേ പബ്ലിക്കായി പ്രതികരിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിലല്ല പല ജീവനക്കാരും ഉള്ളത് എന്നുള്ളതാണ്. താൽക്കാലികമായി അവിടെ ജോലി ചെയ്തിരുന്ന പ്രദേശവാസികളായിട്ടുള്ള ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കാണ് ദിവസവേതന അടിസ്ഥാനത്തിൽ കരാർ നിയമനവും കരാർ ജോലിയും ഒക്കെ അവിടെ നൽകി. ഇവർക്കടക്കം ശമ്പളം നൽകാതെ ഈ ഒരു സാമ്പത്തിക ഞെരുക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവരെ പിരിച്ചുവിട്ടൊരു സാഹചര്യം കൂടിയുണ്ട്. അത് വലിയ രീതിയിൽ പ്രതിഷേധത്തിനിടയാക്കുന്നുമുണ്ട്. ഇതിനിടയിലാണ് പല സ്കെയിലിലുള്ള ജീവനക്കാർക്ക് 2-3 മാസം ശമ്പളം ഒരുമിച്ച് നൽകുക അല്ലെങ്കിൽ അത്തരത്തിൽ ഇടവേള ഇട്ടുകൊണ്ട് ശമ്പളം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കലാമണ്ഡലം പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യക്ഷമായി ജനം ടിവിയോട് അടക്കം പലർക്കും പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ പോലും ചില സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടിയാണ് പലരും പ്രതികരിക്കാതെ മൗനം തുടരുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നിലവിലെ സാമ്പത്തിക സ്ഥിതി സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലും RS ശശികുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ്. എല്ലാ സർവകലാശാലയിലും സാമ്പത്തിക ഞെരുക്കം തുടരുന്നുണ്ട്. കേരള സർവകലാശാല മുതൽ കാലിക്കറ്റ്, കണ്ണൂര്, സംസ്കൃത സർവകലാശാലകൾ അടക്കം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അത് സർക്കാർ ഗ്രാന്റ് അനുവദിക്കുന്നതിലടക്കമുള്ള വൈകലാണ് എങ്കിൽ പോലും നിലവിൽ കേരള കലാമണ്ഡലത്തിലെ ഈ ഒരു സാമ്പത്തിക ഞെരുക്കത്തിന്റെ പൊതുവായ കാരണം എന്ന് പറയുന്നത് മല്ലിക സാരാഭായിയുടെ നിയമനം എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളാണ് എന്നുള്ള വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അതിൽ ശശികുമാർ സാർ ചൂണ്ടിക്കാട്ടിയതുപോലെ ചില തെളിവുകൾ അടക്കമുണ്ട്. അഹമ്മദാബാദിൽ നിന്നും അലഹാബാദിൽ നിന്നും ഒക്കെ അവർ ഫ്ലൈറ്റിലാണ് കേരളത്തിലേക്ക് വരുന്നത്. ഇതിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം നൽകേണ്ടത് സർവകലാശാലയാണ്. ഹോട്ടലിൽ വന്ന് താമസിക്കുമ്പോൾ പൊതുപരിപാടിക്കാണ് വരുന്നതെങ്കിൽ പോലും ഹോട്ടലിലേക്ക് VC വരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ചെലവടക്കം നിർവഹിക്കുന്നത് സർവകലാശാലയാണ്. അത്തരത്തിൽ പ്രതിമാസം അവർക്ക് നല്ലൊരു തുക തന്നെ ഇതിനുവേണ്ടി മാറ്റിവെക്കേണ്ടതായിട്ട്
നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതിന് പുറമെയാണ് പ്രതിമാസം ഇപ്പോൾ 2 ലക്ഷം രൂപ സർവകലാശാലയിൽ ചാൻസലറായി ജോലി ചെയ്യുന്നതിനായി ഇപ്പോൾ മല്ലിക സാരാഭായിക്ക് നൽകാനുള്ള സർക്കാർ ഉത്തരവ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ, നമ്മളിപ്പോൾ ചില കണക്കുകൾ മല്ലിക സാരാഭായിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുണ്ട്. ആ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2023 ജനുവരി 5-ാം തീയതി ചാൻസലർ തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ എത്തിയത് ഏകദേശം 13,611 രൂപയാണ് അന്ന് അവർക്ക് വേണ്ടി ചെലവാക്കേണ്ടി വന്നത്. സർവകലാശാലയുടെ ചെലവിലാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേ വർഷം തന്നെ മാർച്ച് മാസം 13-ാം തീയതി UP-യിൽ നിന്നൊരു ഫ്ലൈറ്റ് പിടിച്ച് അഹമ്മദാബാദിലേക്കും തുടർന്ന് അഹമ്മദാബാദിൽ നിന്ന് കൊച്ചിയിലേക്കും കൊച്ചിയിൽ നിന്ന് അഹമ്മദാബാദിലേക്കും തിരികെ ടിക്കറ്റ് എടുത്ത വകയിൽ ഏകദേശം 19,446 രൂപയാണ് സർവകലാശാലയുടെ ഖജനാവിൽ നിന്ന് പോകേണ്ടി വന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതടക്കം സാധാരണക്കാരുടെ ശമ്പളമായി നൽകേണ്ട തുകയാണ് ഇത്തരത്തിൽ CPM-ന്റെ ഉന്നത സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് CPM അനുഭാവിയായിട്ടുള്ള മല്ലിക സാരാഭായിക്കായി സർവകലാശാലയുടെ ഖജനാവിൽ നിന്നും സർക്കാർ ഖജനാവിൽ നിന്നും പോകുന്നത് എന്നുള്ളതാണ്. നമ്മൾ 2024 ജനുവരി 8-ാം തീയതിയിലും സമാനമായ രീതിയിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് അവര് കേരളത്തിലേക്ക് എത്തിയതും ഒപ്പം തന്നെ ഇവിടെ ഹോട്ടലിൽ അക്കോമഡേഷൻ ഒരുക്കിയതടക്കമുള്ള ചെലവുകൾക്ക് 14,500 രൂപ അന്ന് ചെലവായിട്ടുണ്ട്. ഇത്തരത്തിൽ ഓരോ മാസവും 2-3 തവണ മല്ലിക സാരാഭായി ചാൻസലർ വന്നു മടങ്ങുന്നതിന് ലക്ഷങ്ങളാണ് ഖജനാവിൽ നിന്ന് പോകുന്നത് എന്നുള്ളതാണ്. ഫ്രീ ആയി തന്നെ ഈ സേവനങ്ങൾ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മറ്റ് സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അത് പറ്റില്ല, ഇത്തരത്തിൽ VC-മാർ അല്ലെങ്കിൽ ചാൻസലർമാർ എല്ലാ സർവകലാശാലകളിലും വേണം, സൗജന്യമായിട്ടുള്ള, അതായത് വേതനരഹിത നിയമനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അന്ന് CPM സർക്കാർ ഇത്തരത്തിലൊരു നിയമനം നടത്തിയത്. ആ നിയമനത്തിനാണ് ഇപ്പോൾ പ്രതിമാസം 2 ലക്ഷം രൂപ ഖജനാവിൽ നിന്ന് മാറേണ്ടതായിട്ട് വരുന്നത്. ഒപ്പം തന്നെ ഈ ഫ്ലൈറ്റ് ടിക്കറ്റും അക്കോമഡേഷനും അടക്കം മറ്റു തുക വേറെയുമായി വരും. തുടർന്ന് ഈ സമാന സാഹചര്യം ഇതായിരിക്കെ നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സർക്കാർ എന്ത് പറയുന്നു എന്നുള്ളതിനൊപ്പം തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു എന്നുള്ളത് കൂടി. കാരണം ആളുകളുടെ കയ്യിലേക്ക് ശമ്പളവും പെൻഷനും ഒന്നും വരാത്ത സാഹചര്യം, അത്യാവശ്യപ്പെട്ട ഒരു പ്രവർത്തികൾക്കും പണമില്ലാത്ത അവസ്ഥ, അത് സാധാരണക്കാരന് നേരിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൂടാതെ സർക്കാർ സമ്മതിക്കുന്നതും അടക്കം സർക്കാരിന്റെ ഒരു സാമ്പത്തിക അവസ്ഥ എന്താണിപ്പോൾ? വീണ, നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അമ്പേ പരാജയമാണ് അല്ലെങ്കിൽ പരിതാപകരമാണ് എന്നുള്ളതാണ് ധനമന്ത്രി KN ബാലഗോപാൽ പലതവണയായി ആവർത്തിക്കുന്നത്. കേന്ദ്ര സർക്കാർ പണം നൽകാത്തതാണ് ഇതിന്റെ കാരണം എന്നുള്ളൊരു ന്യായീകരണമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. അവിടെയും സർക്കാരിന്റെ ആർഭാടവും ദൂർത്തും തന്നെയാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ പൊതുകടം ഏകദേശം 4 ലക്ഷം കോടി കവിയാനുള്ള പ്രധാന കാരണമായി വിലയിരുത്തപ്പെടേണ്ടത്. സാമ്പത്തിക വിദഗ്ധർ അടക്കമുള്ളവർ അത് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, KSRTC-യിൽ ഉൾപ്പെടെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടി കടമെടുക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നു. സർക്കാർ ജീവനക്കാർ പോലും ശമ്പളം ലഭിക്കാതെ പൊതുനിരത്തിലേക്ക്, സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ സമരം നടത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ഖജനാവിൽ പണമില്ല. 5 മാസത്തിലധികമായി ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം. സർക്കാർ ജീവനക്കാരുടെ 4 വർഷത്തെ DA ഇന്നേ വരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇടത് സർക്കാരിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രശ്നമായി നമ്മൾ കാണേണ്ടത്. അത് മാത്രമല്ല, സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞി ഭക്ഷണത്തിന് കൊടുക്കാൻ സർക്കാരിന്റെ ഖജനാവിൽ പണമില്ല. മാവേലി സ്റ്റോറുകളിലും സപ്ലൈകോ അടക്കമുള്ള ഷോപ്പുകളിൽ 13 തരം സബ്സിഡി സാധനങ്ങൾ അവകാശപ്പെട്ട ഭക്ഷ്യവകുപ്പിന് അത് നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, പഴം, പച്ചക്കറി ഉൾപ്പെടെ എല്ലാ സാധനങ്ങൾക്കും ടാക്സും വിലയും കൂടി എന്നുള്ളതാണ്. പരീക്ഷ നടത്താൻ ചോദ്യപേപ്പർ അച്ചടിക്കാൻ പോലും സർക്കാരിന്റെ ഖജനാവിൽ പണമില്ല എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. RC ബുക്ക്, ലൈസൻസ് എന്നിവ അച്ചടിക്കാനും സർക്കാരിന്റെ ഖജനാവിൽ പണമില്ല. ഇവരൊക്കെയായി കഴിഞ്ഞ തവണ ബജറ്റിൽ സെസ്സും ഒക്കെ വർദ്ധിപ്പിച്ചപ്പോൾ അവർ ചൂണ്ടിക്കാട്ടിയത്, അതായത് പ്രത്യേകിച്ച് ഡീസലിനും പെട്രോളിനും ഒക്കെ സെസ്സും അധികം വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ പറഞ്ഞത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ചെറിയ രീതിയിൽ ഒരു വർധനവ് നടത്തുന്നത് എന്നുള്ളതാണ്. പക്ഷേ വർധനവ് മാത്രമാണ് നടന്നത്, പക്ഷേ ക്ഷേമ പെൻഷൻ ആരുടെയും കൈകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. മറിയക്കുട്ടിമാർ ഒരുപാട് പേർ പിച്ചച്ചട്ടിയുമായി കേരളത്തിൽ ഇറങ്ങുന്ന ഒരു നാടാണ്. പലരും ക്ഷേമ പെൻഷൻ കിട്ടാതെ, സ്വന്തമായി മരുന്ന് വാങ്ങാൻ കഴിയാതെ വയോധികർ നിരവധി പേർ മരണപ്പെട്ട സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇഷ്ടക്കാർക്ക് വേണ്ടി ഇത്തരത്തിൽ ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ പൊടിക്കാനുള്ള സർക്കാർ തീരുമാനം എന്നുള്ളതാണ്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് ഔദ്യോഗികമായി ഉത്തരവിൽ ഒപ്പുവെച്ചുകൊണ്ട് അതൊരു മുൻകാല പ്രാബല്യത്തോടു കൂടി നൽകാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ തലത്തിൽ കാര്യങ്ങൾ
എന്നുള്ളതാണ്. എന്തായാലും വീണ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതുപോലെയാണ് ഇഷ്ടക്കാർക്ക് വേണ്ടി കൊടുക്കാൻ ഖജനാവിൽ പണമുണ്ട്, അവർക്ക് നൽകാൻ വേണ്ടി സർക്കാരിന് നൽകാൻ പണമുണ്ട്. പക്ഷേ സാധാരണക്കാർ മുണ്ടു മുറുക്കി ഉടുക്കട്ടെ എന്നുള്ളൊരു നയത്തിലേക്ക് ഇടത് സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ ഈ ഒരു കാലഘട്ടം കടന്നു പോകുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള വിഷയം. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. ഔദ്യോഗികമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണവും നമ്മൾ ഈ വിഷയത്തിൽ തേടുകയാണ്. അദ്ദേഹം ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ തുടരുമ്പോൾ ആർഭാടം പൂർത്ത് ഒരു ഭാഗത്ത് സർക്കാർ തലത്തിൽ തുടരുന്നു, മറുഭാഗത്ത് ഇഷ്ടക്കാർക്കായി നൽകാൻ കോടികൾ വകമാറ്റുകയും ചെയ്യുന്നു. ശരി ശാലിനി.